ഹലോ ഫ്രണ്ട്സ്, ഇത്തവണത്തെ സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ട് നമ്മൾ യുകെയിലെ ഷോപ്ഷയർ ഹിൽസിലേക്ക് ഒരു ട്രക്കിംഗ് നടത്തി. കുറച്ച് എഫർട്ട് എടുക്കേണ്ടി വന്നെങ്കിലും വളരെ എൻജോയബിൾ ആയിരുന്നു. എത്ര കുഴഞ്ഞാലും ആ വെള്ളത്തിൽ നിന്ന് മോൻ കഴുകി കഴിയുമ്പോൾ എല്ലാം മാറും. ഇപ്പൊ ഫ്രഷായി. ഏകദേശം ഉച്ചയോടെയാണ് നമ്മൾ ആ സ്പോട്ടിലോട്ട് എത്തിയത് കേട്ടോ. സമ്മർ ഹോളിഡേസ് അല്ലേ, ഹൈക്ക് ചെയ്യാനായിട്ട് പിള്ളേരൊക്കെ പോകുന്നുണ്ടോ. അവിടെ 2 വഴിയുണ്ട്, ഏതാണെന്ന് അറിയില്ല. കാർ പാർക്കിലേക്ക് പോകണം, ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. വാഗമണിലും പൊട്ടക്കുന്നിലേക്ക് പോകുന്ന പോലെ തോന്നില്ല. ഓ, ആ പ്രൊസസിലേക്ക് കടക്കാനായിട്ട് ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന കുന്നുകളായിരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരിക. നോക്കാം. വീഡിയോ പാർക്കിംഗ് കാറുടെ 8 അയ്യോ 5.5 വരുന്നത് 8 ആക്കിയോ. 8 അവിടെ. No. First time. No. First time. You can park anywhere on the left-hand side or the right-hand side. There are spaces. The visitor centre and the cafeteria are about 200 metres further on. Okay. Visitor centre's got information regarding any walks you might want to do today. But there is a little map around the site as well. There you go, sir. Thank you. Thank you. Have a nice day. And you. പുള്ളി പറഞ്ഞതുപോലെ ഈ സൈഡുകളിൽ മുഴുവൻ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. കഫറ്റീരിയയിൽ കാണാം. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സമ്മർ ആയതുകൊണ്ട് അത് എൻജോയ് ചെയ്യാനായിട്ട് യുകെയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. വിസിറ്റേഴ്സിന്റെ കാറുകളെ കൊണ്ട് ഇവിടെ എല്ലാം നിറഞ്ഞു. നമുക്ക് വല്ലയിടത്തും പാർക്ക് ചെയ്യാൻ ഇടം കിട്ടുമാവോ? എന്തായാലും ഹൈക്ക് കഴിയുമ്പോൾ ഒരു പരുവാകും. പിന്നെ അവിടെ നിന്ന് നേരെ കാറെടുത്ത് പോകാൻ പറ്റുന്ന രീതിയിൽ അടുത്തെവിടെയെങ്കിലും കൊണ്ടിടാം. ഇങ്ങനത്തെ സാധനമായിട്ട് വരണം. കണ്ടോ, മടക്കി നിർത്തി എല്ലാം ആക്കി. ഇറ്റ്സ് ലാമ്പിംഗ് സീസൺ. അതുകൊണ്ട് എടുത്തോടാ. പ്ലീസ് കീപ് യുവർ ഡോഗ്. അവിടെ ഉണ്ട് പാർക്കിംഗ്. അവിടെ ഉണ്ട് പാർക്കിംഗ്. അങ്ങോട്ടുണ്ട്. ഇത്ര ആൾക്കാർ വരുന്നുണ്ടല്ലേ. അവിടെ ചോദിച്ചോർക്കല്ലോ, ഈ സാധനം കാണാനാണ് ഇവിടം വരെ കയറി വന്നത്. കഫറ്റീരിയ നോക്കട്ടെ. അവിടുന്ന് കയറി പോകുന്ന സ്ഥലം ഓഫ് ചെയ്യണം. ആ ലാമ്പ് ആട് എവിടെ? അവിടെ. ആ, എവിടെയെങ്കിലും കിട്ടാം. ധാരാളം സ്ഥലമുണ്ട്. വണ്ടി വരുന്നുണ്ട്. രണ്ടുപേരും കൂടെ പോവും. ഇപ്പുറത്തിട്ടോ. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടുന്ന് വെൽക്കം ബ്രേക്കിൽ നിന്ന് വാങ്ങിച്ച സാധനം അടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 2 മണി കഴിക്കേണ്ട ടൈം. ഉണ്ടോ, ഫുൾ പാർക്കിംഗ് ആണ്. അപ്പൊ എന്താ പിന്നെ നമുക്ക് ഹൈക്കിംഗ് തുടങ്ങിയേക്കാം. തുടക്കത്തിൽ തന്നെ യുമാരെ ഒന്ന് കാണിച്ചിട്ട് പോവാം. ഇവിടെ കംപ്ലീറ്റ് ഇത് ഈ ആടുകൾ ഇങ്ങനെ ഒന്ന് മെയ്യുന്ന ഇടമാണേ. നമ്മൾ മുകളിലോട്ട് ചെന്നാൽ അവിടെയും കാണാം. മറ്റേ 3-6 വരയാടുകളെ കാണത്തില്ലേ, അതേപോലെ. സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെയാണ്. എന്താണ് അതിന്റെ പേര്?
ഇതുണ്ടോ കാർഡിംഗ് മിൽ വാലി. വെൽക്കം ടു കാർഡിംഗ് മിൽ വാലി. ഇവിടെ നിന്നാണ് മിക്കവാറും എല്ലായിടത്തേക്കും തുടങ്ങുന്നത്. ഓരോ ട്രയൽസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇതുണ്ടോ, ഇതാണ് മാപ്പ്. യു ആർ ഹിയർ എവിടെ? നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, കയറിയിട്ട് നീ പറഞ്ഞ സംഭവം തന്നെ എടുത്താൽ മതി. പക്ഷേ ആദ്യം ചെന്നിട്ട് റിസർവറിൽ പോവാം. റിസർവറിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് മറ്റേ ആ ഭാഗത്ത് കറങ്ങി ഇവിടെ വരാം. പക്ഷേ ഈ സാധനം കണ്ടോ, ബേൺവേലു വാക്ക്, സോറി പോൾ ബാങ്ക്. ഇവിടെ നല്ല വ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ നടക്കുന്നതിന്റെ സൈഡിൽ മുഴുവൻ ഈ സ്ട്രീംസ് ഇങ്ങനെ കാണാം കേട്ടോ. ഇത് മലയുടെ മുകളിൽ നിന്ന് തുടങ്ങുന്ന ആ സ്ട്രീമാണ്. ഇത് അവിടെ നിന്ന് ഒഴുകി ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന മുതിർന്നവരും കുട്ടികളും എല്ലാം ഇതിനകത്ത് ഇറങ്ങി കളിക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി, സമ്മറിൽ പ്രത്യേകിച്ച്. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ സൈഡിൽ അവിടെ ടോയ്ലറ്റാണ്. പിന്നെ നമ്മൾ അങ്ങോട്ടാണ് ട്രെയിൽസ് നടന്ന് പോകേണ്ട സ്ഥലം. എല്ലാ റൂട്ടും അതുവഴിയാണ്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഹൈക്കിങ് തുടങ്ങിയേക്കാം. ഈ ബിൽഡിങ്സ് ഉണ്ടോ, ഞാൻ ആദ്യം കരുതി ഇതൊക്കെ ഏതോ ഗവൺമെന്റ് ബിൽഡിങ്സ് ആണ്. പക്ഷെ അല്ല കേട്ടോ, ഇതൊക്കെ ഇവിടുത്തെ റെസിഡൻസിന്റെ വീടുകൾ തന്നെയാണ്. ഇത് കണ്ടില്ലേ, അന്നത്തെ കാലത്ത് ഈ കനാലിന്റെ മുകളിലൂടെ ഒക്കെ വീട് പണിത് വെച്ചേക്ക് കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇതാ കുന്നുംപുറത്തിരിക്കുന്ന വീടുണ്ടോ, സൂപ്പർ അല്ലേ. ഇവിടെ നിന്നൊക്കെ ജോലിക്ക് പോകാൻ പാടായിരിക്കും. ഒരു റിട്ടയർമെന്റ് ഹോം എന്നുള്ള രീതിയിൽ അടിപൊളി. സൈഡിൽ കൂടെ അരുവി ഇങ്ങനെ ഒഴുകി കിടക്കുന്നു. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോക്കുന്നത്. ഫുഡ് പാത്ത് അവോയ്ഡിങ് ഫുഡ്. ഇതുവഴി കൊണ്ടോടി ആണോ അല്ലേ? നോക്കി, വെള്ളം ഒഴിവാക്കാൻ ഇതൊഴി പോകാനല്ലോ പറയുന്നത്. ഫോഡെന്ന് പറയുന്നത് മറ്റേ വാട്ടറല്ല. ഇവിടെ വീടുകളാണ്, റെസിഡൻസ് പാർക്കിംഗ്. ഇവിടുത്തെ വീടുകളാണ്, അടിപൊളിയല്ലേ. അവർക്ക് ഈ ട്രെയിനിലേക്ക് പോകാനായിട്ട് വലിയ പാടൊന്നുമില്ല. കുപ്പിനമ്മയുടെ സമ്മർ എൻജോയ് ചെയ്യാം. ശരിക്കും നമ്മൾ ഇവരെ കണ്ടുപിടി. നമ്മൾ മറ്റേ ഡ്രൈവിംഗ് തിയറിയിൽ കാണാറുള്ള ഫോർഡ്, ഇതാണ് ഫോർഡ്. ഫോർഡ് എന്നുള്ള ബോർഡ് ഉണ്ടായിരുന്നു. ഇതിനാണ് ഫോർഡെന്ന് പറയാം. ഒരു സൈഡിൽ നിന്ന് വെള്ളം വഴി ഇപ്പുറത്തിട്ട് വരുന്നു. നമ്മുടെ നാട്ടിലെപ്പോഴും ഉള്ള സാധനം. ഓക്കെ, ഇവിടെ ആടുകൾ ഒരുപാട് മേയുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നായ്ക്കളുമായി വരുന്നവർ ഇവയെ ഉപദ്രവിക്കാൻ സൂക്ഷിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാടേക്ക് നമ്മൾ പോകെ പലയിടത്ത് കാണുന്നുണ്ട്. ലാംസിന് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ഡോഗ്സിനെ കൊണ്ടുനടന്നോളാം. ചില ട്രെയിൽസ് ഡോഗ് ഫ്രണ്ട്ലി ആണ് കേട്ടോ, പക്ഷേ എല്ലാം ഡോഗ് ഫ്രണ്ട്ലി അല്ലാന്ന് തോന്നുന്നു. ഈ ലാംസ് കൂടുതലുള്ളത്, അതുപോലെ മറ്റേ ഇത് ബേർഡുണ്ട്, അതുള്ളതൊന്നും ഒരു ഡോഗ് പാടില്ലാന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ കൊണ്ടുപോകുന്നു തോന്നുന്നു. ഇവിടെയൊക്കെ ഫാമിലീസ് വന്ന് നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ കാണുന്ന പോലെ വന്ന് തമ്പടിച്ച് ഫുഡും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. ആ പിള്ളേരുടെ സന്തോഷം കണ്ട അത് കാണുമ്പോഴാണ് നോക്കുക, നമ്മളൊക്കെ എന്ത് ഭാഗ്യവന്മാരായിരുന്നല്ലേ. നമ്മൾ ചെന്ന് ചാടാനായിട്ട് നമ്മളെ കാത്ത് തോടുകളും ആറുകളും പുഴകളും എന്നും ഉണ്ട്. പിള്ളേരൊക്കെ ആദ്യമായിട്ട് വെള്ളം കണ്ടതിൻ്റെ ഇവിടെ ഇങ്ങനെ അവസരം കിട്ടുന്നത് വല്ലപ്പോഴും ആയിരിക്കും. ഇതുപോലുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഈ റിസർവർ അങ്ങോട്ടാണ്. റിസർവർ അങ്ങോട്ടാണ്. അവിടെ പോയിട്ട് വന്നാലോ? ഇവിടുന്ന് 10 മിനിറ്റാണ് കാണിക്കുന്നത്.
ഉള്ള നമ്മൾ വാഗമണ്ണിൽ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ കുന്നുകളിലൊക്കെ കയറി നടക്കത്തില്ലേ, അതേ പ്രതീതി. അതായത് വാഗമൺ ഹൈറ്റ്സ്, വാഗമൺ കുന്നുകൾ, അതിലൂടെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു പ്രതീതി ഉണ്ട്. ഇപ്പം പക്ഷേ ക്ലൈമറ്റ് ചോദിച്ചാൽ ചൂടുണ്ട് കേട്ടോ, സൂര്യൻ ചൂടുണ്ട്. കുറച്ച് കഴിയുമ്പം തണുപ്പ് തുടങ്ങുമായിരിക്കും. ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്തൂടെ ആൾക്കാർ പോകുന്നതൊക്കെ കാണാം. റിസർവർ ഇതാണിപ്പോൾ റിസർവർ. അപ്പം പോകണം, അങ്ങോട്ട് പോകണം. ഇതൊരു ഡെഡ് എൻഡ്. അപ്പോൾ തിരിച്ചു വരുന്നാൽ മറ്റേ വാട്ടർഫാളിലോട്ട്. ഇത് ഡെഡ് ഉണ്ടോ? ആ എടീ ഇതിങ്ങനെ കറങ്ങി വരുമോ? ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. നടക്കണ്ട. ഓക്കെ, എന്നാൽ പോയേക്കാം. വാട്ടർഫോൾ അങ്ങോട്ടാ? അതിന് റിസർവർ ഇതുവരെ ഉള്ളൂ. ഇതുവഴി ഇറങ്ങി ഇങ്ങനെ അങ്ങനെ അല്ല, അത് അങ്ങനെ ഇറങ്ങി അവിടുന്ന് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വരുക. ഇതാണ്ടില്ലേ? അതെ, നമ്മളിപ്പോ പോയാൽ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ആ റോഡിൽ പോയി ആ റോഡിലാണ് തിരിച്ചു. ഇവിടെ ഇറങ്ങിപ്പോയി കണ്ടോ, ഇവിടെ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതിലെ കൂടെ ഇറങ്ങി അപ്പുറത്ത് നിന്ന് ഇങ്ങനെ വരും. നമ്മൾ ചുറ്റുന്ന എന്തിനാ വരുന്നത്? നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയാ ഓക്കെ. വെള്ളം തക്കി നിർത്തിയേക്ക്. ചോദിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും വാട്ടർഫോളിന്റെ ട്രെയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളിനി വാട്ടർഫോളിലേക്കുള്ള വാക്ക് സ്റ്റാർട്ട് ചെയ്യണം. വാട്ടർഫോളിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നല്ലോ, ഞാൻ മാപ്പിൻ്റെ ഉണ്ടോ? ഇവിടെ നോക്കിയാൽ ഇങ്ങനെ ആടുകളൊക്കെ കാണാവേ. നമ്മുടെ നാട്ടിലാണ് മറ്റേ മൂന്നാർ കഴിയുമ്പോഴുള്ള വരയാട്, അതായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അതിൻ്റെ ലുക്ക് കാണാൻ. ചാടാൻ പോകണം. റെഡി, 1 2 3. വെള്ളത്തിൽ ഇറങ്ങണം അടി. ശരി, ഇറങ്ങ്. അയ്യോ, ഞാൻ തോർത്തെടുക്കാമെന്ന് പറഞ്ഞു. എവിടെ വെള്ളം കണ്ടാലും ചാടുന്നു ഞാൻ, അതും കൊണ്ടേ പോകാറുള്ളത്. മറന്നു. നാട്ടിൽ മറ്റേ നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ ഒരു കളർ വരില്ലേ, അതേപോലെ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ സാധനം. ചെടിയുണ്ടോ, ഒരു റോസ് കളർ ഇങ്ങനെ എല്ലായിടത്തും മലകളിൽ മുഴുവൻ ഒരു റോസ് കളർ ഉണ്ടാകുന്നത് ഇത് കാരണമാണ്. അതാ ആ ചെടി മുഴുവൻ റോസിലെ കുഞ്ഞു പൂക്കൾ പിടിച്ചു പിടിച്ചാക്കുക. നീ കയറിക്കോ. എന്താ അവിടെ ഒന്ന് പോസ് ചെയ്ത് നോക്കി. അല്പനേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നടക്കാനാണ്. ഇവരെ കണ്ടുപിടിക്കണം, അത് ഇവരാണ് എൻജോയ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഫോൾഡബിൾ ചെയറുമായിട്ട് വന്ന് എവിടെ വേണമെങ്കിലും മാറി നിന്നോളൂ. ഇട്ടുണ്ട് വേണം പറയാം.
തണുപ്പാ, നല്ല തണുപ്പാ. മുഖവും കഴിയക്കടി. ഏയ് അവിടെ ചെന്നിട്ട് പരിപാടി നടക്കുന്നില്ലെന്ന് തോന്നുന്നു. ബാ. കുത്തിരുന്ന് മുഖം കഴിക്കുവാണ്. ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങി ഇതാ കല്ലിലോട്ട്. മര്യാദ കിടക്കുന്ന കല്ല് ചൂണ്ടി കാണിക്കുമ്പം നേരെ ഓപ്പോസിറ്റ് പോകും. അവിടെ ഇരുന്ന് എങ്ങനെ കഴുകണേ? ഇതവിടെ ഇരി. തണുപ്പല്ലേ? കാലും വയറും കാണാം. ഇപ്പം കാണാം. पुरातने युग में मनुष्य ऐसा ही पानी यूज़ करते थे. ഇത്ര കഷ്ടപ്പെട്ട് ഹിന്ദി പറയേണ്ട കാര്യം നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞാൽ പോരെ? Ancient times, man used water like this from streams, you know. എഴുന്നേറ്റ് പോവാം. ബാ. കഷ്ടപ്പെട്ട് എഴുന്നേക്കണോ? വെള്ളം ഒരു സിപ്പ് എടുത്തോ. സിപ്പ് എടുത്തോണ്ട് വെക്കോ. ഒന്ന് തുറന്ന്. നമ്മൾ ട്രക്കിങ് ചെയ്യുമ്പം വാട്ടർ ഒരിക്കലും ഒരുപാട് ഭയങ്കരമായിട്ട് കുടിക്കരുത്. ഭയങ്കരമായിട്ട് കുടിക്കരുത്. ജസ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ സിപ്പ് ചെയ്തേ പോകാവുള്ളൂ. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ നടക്കുമ്പോൾ കുഴഞ്ഞു പോകും. നിങ്ങളുടെ സിപ്പ് എന്ന് പറയുന്ന ഒരു കാൽഭാഗമായിരുന്നു. ഒന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു സിപ്പ് എന്ന് പറയുന്ന കുപ്പിയുടെ കാൽഭാഗം. ഞങ്ങളൊരു സിപ്പ് അങ്ങനെയാണ്. ഇതൊരു മറ്റേ മജീഷ്യൻ മാജിക് പറയുമ്പോൾ പെണ്ണുമ്പിള്ള പുറകിൽ നിന്ന് എല്ലാം എക്സ്പോസ് ചെയ്ത് കൊടുക്കത്തില്ലേ, അതുപോലത്തെ ഒരു സാധനവും കൂടെ ഉള്ളത്. അപ്പോഴേക്കുണ്ട് അവനിടയ്ക്കൂടെ ചാടി അടുത്ത ട്രാക്കിലോട്ട് കയറി പോന്നു മുകളിലോട്ട്. എന്നുവെച്ചാൽ അടുത്ത ലെയറിലോട്ട് കയറുക. അവിടെ ചെന്ന് കയറുന്നതിന് വരെ നീ കയറും എന്ന് എനിക്ക് തോന്നുന്നു. പതുക്കെ പോ. വീട്ടിൽ നടക്കുന്ന പോലെ പോവാതെ മല കയറുന്ന പോലെ കയറും. ഇല്ലടാ, ഈ വെള്ളത്തിൻ്റെ സോഴ്സ് ആയിരിക്കും. അവിടെ പോയി ബോർഡ് ഉണ്ടായിരുന്നു. കേറിക്കോ അടുത്ത ചളു എൻ്റെ ഈശ്വരാ. അതെ, ഇപ്പം താഴെ നോക്കിയാൽ ആ പൂവ് ഇതേ താഴെ നമുക്ക് കാണാം. കണ്ട ഇപ്പോൾ അവിടെ ആ ഒറിജിൻ്റെ ഏരിയയാണ്. അവിടെ നിന്നാണ് നമ്മൾ അങ്ങേറ്റത്ത് നടന്നു വന്നത്. Come on!
അതുവഴി എന്നിരുന്നെങ്കിൽ മനസ്സിലായേനെ. വേണ്ട, നമ്മൾ വന്ന വഴിയിൽ നിന്ന് മാറി വേറെ വഴിക്ക് വന്നു. അങ്ങോട്ട് തന്നെ പോകേണ്ടത്. അതെ, ഇടയ്ക്ക് മമ്മിക്ക് ഇങ്ങനെ ഒരു ചെറിയ പണി കൊടുക്കുന്നതല്ല. പിന്നെ വാട്ടർഫോൾ മുകളിലാണ്. അതല്ല, അങ്ങോട്ട് മുകളിലോട്ട് പോകണം. ഇതോ എടേ, നീ ഇറങ്ങിപ്പോയാൽ വീണ്ടും അവിടെ നിന്ന് കയറണം. കയറിക്കോ കയറിക്കോ കയറിക്കോ, അങ്ങോട്ട് നടന്നു. നടന്നു പോ. ഈ ബാക്കിലോട്ടല്ലേ, ബാക്കിലോട്ട് മറിയല്ലേ മലക്കം. അവൾ ആ വലിയ ഇതിലൂടെ കയറുള്ളൂ. കൈ പിടിച്ചോ. താങ്ക് യു. അപ്പോൾ ഇതാണൊരു കുഞ്ഞ് ഫോള്. ഇതാ ഇതാണ് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മച്ചിമാരൊക്കെ അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നത്, പിള്ളേരൊക്കെ. ഇനി ഇവന്റെ മെയിൻ സ്ഥാനത്തിന് തപ്പി പോകണമല്ലോ. സംഭവങ്ങളാകട്ടാ തെറ്റില്ലാത്തൊരു ഹൈക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും ഞാൻ വിചാരിച്ച പോലല്ല. ആദ്യം കുറച്ച് മടി കാണിച്ചെങ്കിൽ ഇപ്പോഴേ നടന്നു പോകുന്നത് വന്നാൽ. ഇത് നമ്മൾ വാട്ടർഫോളിന്റെ ട്രോക്കാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇനി ഒരു 10 മൈൽ സ്ഥാനമുണ്ട്. അത് വല്ല ഓട്ടം സീസണിൽ വന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. രാവിലെ ഒന്ന് തുടങ്ങിയാൽ വൈകുന്നേരം തീരുമായിരിക്കും നോക്കണം. പക്ഷേ സമ്മറിന്റെ ചൂടിൽ പാടായിരിക്കും. നടന്നു കാണുന്ന ഒരു ഫാമിലി അവിടെ ഇരിപ്പുണ്ടല്ലോ, മരത്തിനല്ല അവർ നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് പോയാൽ മതി. ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലോണൊക്കെ ഒരു നാച്ചുറൽ തടിപ്പാലം. ഒരു വ്യത്യാസമുണ്ട്, തടി കേടാതിരിക്കാൻ ഇരുമ്പിന്റെ മെഷിട്ടേക്കുന്നത്. ഇത് കണ്ടാൽ പോസിറ്റീവായിട്ടൊക്കെ തോന്നുമെങ്കിലും റെസ്റ്റ് എടുക്കണം കേട്ടോ. സൂര്യൻ ഉച്ചസ്ഥായിലാണ് കേട്ടോ, ഒന്നൊന്നായി അറിയുന്നുണ്ട്. ശരിക്കും ഒരു സാധാരണ തടിപ്പാലം. ശരിക്കും ആ പാലമില്ലെങ്കിൽ ഇത് കടന്നു പോകാന്നേ ഉള്ളൂ. എന്നാലും കേട്ടോ വൃത്തിയായിട്ട് മെയിനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത തടിപ്പാലം. ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് പഠിച്ച ഫോർഡ് ഉണ്ട് കേട്ടോ, നനയ്ക്കാനും വേണ്ടിയില്ല. കുറച്ച് നല്ല രീതിയിൽ ഫാറ്റ് ബേണിംഗ് പ്രോസസ് നടക്കുന്നുണ്ട്. ആ ഗ്രൂപ്പ് അപ്പോഴും അവിടെ തന്നെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ പച്ചപ്പ്, ഒരു സൈഡിൽ പിങ്ക് ഷെയ്ഡുമായിട്ട് കുന്നുകൾ അടിപൊളിയാണല്ലോ കാണാൻ. ശരി പോയാ എടാ, അത് എടുത്തു കൊടുത്താ. പോകുന്നു പിടിച്ചോ. വീണ്ടും മുകളിലേക്ക്. ഈ വീഡിയോ ഞാനിവിടെ നിർത്തുവാണേ. അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. പാർട്ട് 2. കുറച്ച് സാഹസികത കൂടുതലാണ്. കൂടാതെ മുകളിലത്തെ അടിപൊളി വ്യൂസ്, അവിടെ കണ്ട മൃഗങ്ങളെ കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വീഡിയോകൾ മിസ്സാകാതിരിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കുക. താങ്ക് യു.